കാസർഗോഡ് നാലത്തടുക്കയിൽ മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് 24-കാരിയായ ജസീല ജീവനൊടുക്കിയ സംഭവം കേരള മനസാക്ഷിയെ നടുക്കുന്ന ക്രൂരതയുടെയും നീതിനിഷേധത്തിന്റെയും കഥയായി മാറുന്നു. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ മറ്റു വഴികളില്ലാതെ മരണത്തെ പുലുകേണ്ടി വന്ന ഒരു യുവതിയുടെ അവസാന വാക്കുകൾ അടങ്ങിയ വീഡിയോ പുറത്തു വന്നതോടെ പോലീസിനും അയൽവാസികൾക്കും എതിരെ കടുത്ത രോഷമാണ് ഉയരുന്നത്. വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു പെൺകുട്ടിയെ സമൂഹത്തിന് മുന്നിൽ അപമാനിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന ഗൗരവകരമായ ആക്ഷേപമാണ് കുടുംബം ഉന്നയിക്കുന്നത്. നിയമങ്ങൾ കാറ്റിൽ പറത്തി വനിതാ പോലീസിന്റെ സാന്നിധ്യമില്ലാതെ യുവതിയെ ചോദ്യം ചെയ്ത ആദൂർ പോലീസിനെതിരെ ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജസീലയെ വീട്ടിൽ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗുരുതരാവസ്ഥയിലായിരുന്ന യുവതി ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് മരണത്തിന് കീഴടങ്ങിയത്. തന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആത്മഹത്യക്ക് തൊട്ടു മുമ്പ് ജസീല ചിത്രീകരിച്ച വീഡിയോ ഇപ്പോൾ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറിയിരിക്കുന്നു. തന്റെ സുഹൃത്തിന്റെ ഉമ്മയുടെ സ്വർണം മോഷ്ടിച്ചു എന്നതായിരുന്നു ജസീലയ്ക്കെതിരെ ഉയർന്ന ആരോപണം. എന്നാൽ താൻ അത്തരമൊരു പ്രവൃത്തി ചെയ്തിട്ടില്ലെന്നും എടുക്കാത്ത ആഭരണം എങ്ങനെ തിരിച്ചു നൽകുമെന്നും ആ വീഡിയോയിൽ ജസീല തേങ്ങലോട് ചോദിക്കുന്നുണ്ട്. കേവലം സ്വർണമോഷണം എന്ന ആരോപണത്തിൽ ഒതുങ്ങാതെ ജസീലയുടെ സ്വഭാവത്തെയും വ്യക്തിത്വത്തെയും ഹനിക്കുന്ന രീതിയിലുള്ള അപവാദ പ്രചാരണങ്ങളാണ് അയൽവാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ജസീല ഏതൊക്കെയോ യുവാക്കൾക്കൊപ്പം കോഴിക്കോട് പോയി റൂം എടുത്തു എന്നതടക്കമുള്ള അത്യന്തം മോശമായ പ്രചാരണങ്ങൾ നാട്ടിൽ അഴിച്ചുവിട്ടു. ഇത് ആ പെൺകുട്ടിയെയും കുടുംബത്തെയും മാനസികമായി തകർത്തു. വീട്ടിൽ ആർക്കും സമാധാനമായി കഴിയാൻ പറ്റാത്ത സാഹചര്യമാണെന്നും തന്നെ എന്തിനാണ് ഇങ്ങനെ നാണം കെടുത്തുന്നതെന്നും ജസീല ചോദിക്കുന്നു. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന ഇത്തരം സ്വഭാവ ഹത്യകൾ എത്രത്തോളം മാരകമാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് ജസീലയെ ഒറ്റപ്പെടുത്തിയ അയൽവാസികൾക്കും സുഹൃത്തുക്കൾക്കുമെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തണമെന്നാണ് കുടുംബത്തിന്റെ പ്രധാന ആവശ്യം. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചകളെ കുറിച്ചും കുടുംബം ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. പരാതിയുമായി സ്റ്റേഷനിൽ എത്തിയപ്പോൾ ജസീലയെ ആദൂർ പോലീസ് ക്രൂരമായ രീതിയിലാണ് ചോദ്യം ചെയ്തത്. നിയമപ്രകാരം ഒരു സ്ത്രീയെ ചോദ്യം ചെയ്യുമ്പോൾ വനിതാ പോലീസിന്റെ സാന്നിധ്യം അനിവാര്യമാണ്. എന്നാൽ ജസീലയെ ചോദ്യം ചെയ്ത സമയത്ത് ഒരു വനിതാ ഉദ്യോഗസ്ഥ പോലും അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ജസീലയാണ് സ്വർണം എടുത്തത് എന്ന മുൻവിധിയിൽ നിന്നുകൊണ്ടാണ് പോലീസ് സംസാരിച്ചത്. നിരപരാധിത്വം വ്യക്തമാക്കാൻ ശ്രമിച്ചപ്പോൾ അത് കേൾക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. പരാതി എഴുതി നൽകാൻ ശ്രമിച്ചപ്പോൾ അതിന് സമ്മതിക്കാതിരുന്ന പോലീസ് ജസീലയെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് പെരുമാറിയത്. പോലീസിൽ നിന്ന് നീതി ലഭിക്കില്ലെന്ന തിരിച്ചറിവും നേരിട്ട അപമാനവും ജസീലയെ കടുംകൈ ചെയ്യാൻ പ്രേരിപ്പിച്ചു. ആദൂർ പോലീസിനെതിരെ വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. ഒരു യുവതിയുടെ ആത്മഹത്യക്ക് കാരണമായ രീതിയിൽ മാനസിക പീഡനം നടത്തിയ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. നാട്ടിൽ മാന്യമായി ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം അപമാനത്തിനിടയാക്കിയതിൽ പോലീസിനും തുല്യ പങ്കുണ്ടെന്ന് ബന്ധുക്കൾ കുറ്റപ്പെടുത്തുന്നു. ജസീലയുടെ മരണത്തിന് പിന്നാലെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. നിരപരാധിയായ ഒരു യുവതിയെ കുറ്റവാളിയായി മുദ്രകുത്തി മരണത്തിലേക്ക് നയിച്ച സാഹചര്യത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ സത്യം പുറത്തു വരികയുള്ളൂ. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പ്രചരിക്കപ്പെട്ട അപവാദങ്ങൾ ജസീലയെ എത്രത്തോളം വേദനിപ്പിച്ചിരുന്നു എന്നത് വീഡിയോയിലെ ഓരോ വാക്കിലും വ്യക്തമാണ്. താൻ മരിച്ചാലെങ്കിലും കുറ്റക്കാർക്ക് ശിക്ഷ ലഭിക്കണമെന്ന ആഗ്രഹം ജസീല പ്രകടിപ്പിക്കുന്നു. കേരളത്തിൽ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്ന സൈബർ ആക്രമണങ്ങളുടെയും സദാചാര പോലീസ് ചമയുന്നവരുടെയും ഇരയാണ് ജസീല. ഒരാൾക്കെതിരെ തെളിവുകളില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും അത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നതും ഒരു ജീവൻ എടുക്കുന്നതിന് തുല്യമാണെന്ന് ഈ ദുരന്തം നമ്മെ പഠിപ്പിക്കുന്നു. സ്വർണം കാണാതായ സംഭവത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് അന്വേഷിക്കാതെ ജസീലയെ മാത്രം സംശയം മുന്നിൽ നിർത്തിയവരുടെ ലക്ഷ്യം എന്തായിരുന്നുവെന്ന് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. ജസീലയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ജില്ലാ പോലീസ് മേധാവി നേരിട്ട് ഇടപെടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. സ്വന്തം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി വരുമ്പോൾ അത് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക കുടുംബത്തിനുണ്ട്. അതിനാൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ആദൂർ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചട്ടലംഘനങ്ങൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അന്വേഷിക്കണം. ജസീലയെ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥരുടെ മൊഴിയും സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചാൽ കുടുംബത്തിന്റെ ആരോപണങ്ങളിൽ വ്യക്തത വരും. ഒരു യുവതി ജീവനൊടുക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപ് എടുത്ത വീഡിയോ ഒരു മരണമൊഴിയായി പരിഗണിച്ച് കുറ്റക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് തുല്യമായ നടപടികൾ സ്വീകരിക്കണം. നാലത്തടുക്കയിലെ ഈ സംഭവം ജനാധിപത്യ കേരളത്തിന് നാണക്കേടാണ്.
നീതി നടപ്പിലാക്കേണ്ട പോലീസ് സംവിധാനം തന്നെ പീഡകരായി മാറുന്ന കാഴ്ച ഭയാനകമാണ്. ജസീലയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കാനും ഇനി മറ്റൊരു പെൺകുട്ടിക്കും ഇത്തരമൊരു ഗതി വരാതിരിക്കാനും കർശനമായ നിയമ നടപടികൾ അനിവാര്യമാണ്. ആരോപണം ഉന്നയിച്ച അയൽവാസികളെയും അവരെ പിന്തുണച്ച പോലീസുകാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ തങ്ങളുടെ പോരാട്ടം തുടരുമെന്നാണ് ജസീലയുടെ ബന്ധുക്കൾ പറയുന്നത്. കേരളത്തിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾക്കിടയിൽ ജസീലയുടെ മരണം ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു.